പരിശുദ്ധാത്മാവാണ് ശരിക്കും ഈശോയ്ക്ക് പരിശുദ്ധാത്മാവിലൂടെയാണ് ഈശോയുടെ ഉദ്ധാനം നടക്കുക. ഈശോയെ ഉയർപ്പിച്ച ആത്മാവ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലും ഉദ്ധാനം നടക്കും. എല്ലാ മേഖലകളിലും ഒരു പുനരുദ്ധാനം നടക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം എടുത്ത് വായിക്കാം. റോമ 8:11 നമുക്ക് എടുത്ത് വായിക്കാം. റോമ 8:11 വചനം ഇങ്ങനെയാണ് പറയുക: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. പിതാവിൻ്റെ ആത്മാവാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തിയത്. പിതാവിൻ്റെ ആത്മാവാണ് ഈശോയെ ഉയർപ്പിച്ചത്. പിതാവിൻ്റെ ആത്മാവാണ് ഈ ലോകത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രൂപമില്ലാതെ രൂപരഹിതമായിരുന്ന ഭൂമിയുടെ പ്രതലത്തിൽ, ഭൂമിക്ക് മീതെ, ഈ പ്രപഞ്ചത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന പിതാവിൻ്റെ ആത്മാവ്, ആ ആത്മാവാണ് ഈ രൂപരഹിതമായ ഭൂമിക്കും പ്രപഞ്ചത്തിനും രൂപവും ക്രമവും കൊടുത്തതെങ്കിൽ നമ്മുടെ രൂപരഹിതമായ അക്രമപരമായ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവിടെ പരിപൂർണ മാറ്റം വരും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അടയാളം, പലരും പറയാറുണ്ട്, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, അതിൻ്റെ അടയാളം എന്താണ്? പരിശുദ്ധാത്മാവിനുള്ള സ്നാനം എന്നതിൻ്റെ അടയാളം, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം നീ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്താണെന്ന് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ നമുക്കെടുത്ത് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. അവൻ പറഞ്ഞു: പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അടുത്ത വചനം 8-ാം വാക്യം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഒന്നാമത്തെ ലക്ഷണം പരിശുദ്ധാത്മാവിൻ്റെ മാമോദീസ, ജ്ഞാനസ്നാനം, ആത്മാവിലുള്ള ജ്ഞാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം ശക്തി, പവർ, ശക്തി പ്രാപിക്കും. 2, ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഇത് രണ്ടുമാണ് മാമോദീസ, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം സ്വീകരിച്ചവരുടെ ലക്ഷണങ്ങൾ. 1, ശക്തി പ്രാപിക്കും. ഏതെല്ലാം മേഖലകളിൽ ശക്തി പ്രാപിക്കും? പിന്നെ ഈ ലോകത്തിലുള്ള ഒന്നിനെക്കുറിച്ചുള്ള ആകുലതകളെക്കുറിച്ച് ഭയത്തിന് അടിമയായിരിക്കില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഭയത്തിന് അടിമയാകില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ സാക്ഷ്യം കൊടുക്കും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ സാക്ഷികളായി മാറും. ഈ രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാമോദീസ, ആത്മാവിലുള്ള സ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ നടന്നു എന്ന് വിശ്വസിക്കുക. പലർക്കും അറിയില്ല ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നാണ് നടന്നതെന്ന് പലർക്കും ഒരു ബോധ്യമില്ല. അങ്ങനെ നടന്നിട്ടുണ്ടോ, ബാപ്റ്റിസം ഇൻ ദ ആത്മാവിൽ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ജ്ഞാനമില്ല. പലരും പറയും സ്ഥൈര്യലേപനമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയും. സ്ഥൈര്യലേപനം അതൊരു തുടക്കമാണ്. മാമോദീസ ആത്മാവിലുള്ള സ്നാനത്തിൻ്റെ തുടക്കമാണ്. ഒരു കുഞ്ഞ് മാമോദീസ സ്വീകരിക്കുമ്പോൾ ദൈവപുത്രൻ്റെ സ്ഥാനം അവർക്ക് കിട്ടുന്നു. വെള്ളത്തിൽ ഉള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവപുത്രനായി അവൻ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ മാറ്റപ്പെടുന്നു. ദൈവപുത്രനായി മാറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ, ആദ്യമേ ഞാൻ വെള്ളത്തിലുള്ള മാമോദീസയുടെ പ്രത്യേകത പറയാം. അത് കഴിഞ്ഞ് ജ്ഞാനസ്നാനത്തിൻ്റെ പ്രത്യേകത പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി ഭാഗത്ത് ഒരു കുഞ്ഞിനെ പോലീസുകാർ, ഒരു യാചകൻ്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ, അവരുടെ തമ്മിലുള്ള കളർ വ്യത്യാസവും ആ കുഞ്ഞിൻ്റെ രീതിയും ആ യാചകൻ്റെ രീതിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കണ്ടപ്പോൾ ആർക്കും സംശയം തോന്നി. പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നു. ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ യാചകൻ്റെ കുഞ്ഞല്ല അയാളുടെ കയ്യിലിരുന്ന കുഞ്ഞ്. ഉടനെ ഈ കുഞ്ഞിനെ കൊണ്ട് മാറ്റിപ്പിടിച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോലീസ് കുടുംബത്തെ അറസ്റ്റ് ചെയ്തു. കുഞ്ഞിനെ എടുത്തു. ആ കുഞ്ഞിനോട് ഇങ്ങനെ പലതും സംസാരിക്കാൻ ആരംഭിച്ചു. പല ഭാഷകളിൽ സംസാരിച്ചു നോക്കി. പക്ഷേ ഈ കുഞ്ഞിനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഒരു മലയാളിയായിരുന്നു.
അയാൾ മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഉടനെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ ഇൻഫർമേഷൻസ് കൊടുത്തു. അതിനുശേഷം ഈ കുഞ്ഞിനെയും കൊണ്ട് അവർ പോലീസുകാർ കേരളത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു എന്നറിഞ്ഞ വിവരമറിഞ്ഞപ്പോൾ ഒത്തിരി മാതാപിതാക്കന്മാർ, ഏകദേശം ഒരു 20-25 മാതാപിതാക്കളോളം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർ ഓടി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്നു. അവർ ഓരോരുത്തരായി ഓരോ മാതാപിതാക്കളായിട്ട് ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് അവരുടെ മുറിയിലേക്ക് കയറി ചെന്നു. ഓരോരുത്തരെ കുഞ്ഞിനെ കണ്ട ഉടനെ ആദ്യത്തെ അമ്മ വിളിച്ചു പറഞ്ഞു, ഇതെൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ അമ്മ തിരിച്ചുപോയി. അമ്മയും അപ്പനും തിരിച്ചുപോയി. രണ്ടാമത്തെ അമ്മയും അപ്പനും ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു, കുഞ്ഞിനെ കണ്ടു, ഇതെൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ് അവരും കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. അങ്ങനെ കുറേ മാതാപിതാക്കൾ കണ്ടു, അവർ നിരാശയോടെ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. അപ്പോൾ വേറൊരു മാതാപിതാക്കൾ, ഒരു അമ്മയും അപ്പനും ഉടനെ ഈ മുറിയിൽ കയറി ഉടനെ കുഞ്ഞിനെ കണ്ട ഉടനെ ഈ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ എടുത്ത് വാരി പുണരാനും ഉമ്മ വയ്ക്കാനും തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാരി എടുത്ത് ആ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷത്തോടെ കണ്ണുനീരോടെ സന്തോഷ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ആ കുടുംബം വീട്ടിലേക്ക് പോയി. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ കുഞ്ഞ് ആ യാചകൻ്റെ കൂടെ വളരുമ്പോഴും സത്യത്തിൽ ഈ കുഞ്ഞ് ഒരു നല്ല ധനവാന്മാരായിട്ടുള്ള നല്ലൊരു കുടുംബത്തിൽ പിറന്ന കുഞ്ഞാണ്. ആ നല്ല സുഖസമൃദ്ധിയോടുകൂടി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജീവിക്കേണ്ട ഒരു കുഞ്ഞായിരുന്നു. പക്ഷേ യാചകൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ കുഞ്ഞ് ഇത്രയും നാളും ജീവിക്കുകയായിരുന്നു. സത്യത്തിൽ ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ ആ ധനവാന്മാരായ ദമ്പതികളുടെ കുഞ്ഞാണ്. പക്ഷെ ജീവിക്കുന്നത് ഈ യാചകൻ്റെ കരങ്ങളിലാണ്. പക്ഷെ ഒരു ദിവസം തൻ്റെ ധനവാന്മാരായ ഈ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞ് കയ്യിലെടുത്തത് എൻ്റെ കുഞ്ഞാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വന്തമാക്കുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും നമ്മുടെ മാമോദീസ. നമ്മളെല്ലാവരും ജനിച്ചു വീണത് ദൈവത്തിൻ്റെ മക്കളായിട്ടാണ്. പക്ഷേ പാപത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട്, ആദ്യ പാപത്തിൻ്റെ ഉത്ഭവ പാപത്തിൻ്റെ സ്വാമീപ്യം സ്വാധീനമുണ്ടത് കൊണ്ട് ദുഷ്ടൻ്റെ കരങ്ങളിലായിരുന്നു, അവൻ്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ അവൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ മാമോദീസയാകുന്ന ജലത്താൽ നമ്മുടെ യഥാർത്ഥ മാതാപിതാക്കൾ, നമ്മുടെ യഥാർത്ഥ പിതാവ് നമ്മെ തിരിച്ചറിഞ്ഞ് ഇതെൻ്റെ പുത്രനാണ് എന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്ന പ്രവൃത്തിയാണ് മാമോദീസ. അന്നു മുതൽ നമ്മൾ യഥാർത്ഥ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ആ പിതാവിൻ്റെ മകനായി ജനിച്ചവരാണെങ്കിലും മാമോദീസയിലൂടെയാണ് പിതാവ് പബ്ലിക്കായിട്ട് ഒഫീഷ്യലായിട്ട് നീ എൻ്റെ പ്രിയപുത്രൻ, നീ എൻ്റെ പ്രിയപുത്രി എന്ന് പറയുകയും അത് നമ്മെ സ്വീകരിക്കുകയും ചെയ്യുക. അതിനുശേഷമുള്ള ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ വിശ്വസിപ്പിച്ച് മനസ്സിലാക്കി അതിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് എല്ലാ പള്ളികളിലും മാമോദീസ ഹന്നാൻ വെള്ളം വെച്ചിരിക്കുക, വിശുദ്ധ വെള്ളം നമ്മൾ നെറ്റിയിൽ പുരട്ടും. അതുപോലെ എല്ലാ പ്രാവശ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ ഈ മാമോദീസയിലൂടെ കിട്ടിയ ആ ദൈവപുത്രസ്ഥാനം, പുത്രിസ്ഥാനം നമ്മൾ ഉറപ്പിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് അവബോധമുള്ളവരായി വളരുകയും ചെയ്യും. ആ പൂർണ്ണ വളർച്ച എത്തുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഈശോവുമായി ഒന്നായി മാറുക, പിതാവുമായി ഒന്നായി മാറുന്ന അവസ്ഥയിലെത്തുക. എന്ന് പറഞ്ഞതുപോലെയാണ് സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കണം. വീണ്ടും കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പൂർണ്ണ ജ്വലനത്തിലേക്ക് വരുമ്പോഴാണ് ഈ മാമോദീസ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം നമ്മൾ പൂർത്തിയാക്കുക. പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുക. ഈ അതുകൊണ്ടാണ് പൗലോസ്ലീഹ പലപ്പോഴും വീണ്ടും പറയുക, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് കിട്ടിയ 2 തിമോത്തി 1 അധ്യായം 6 വാക്യം എടുത്ത് വായിക്കാം. 2 തിമോത്തി 1 അധ്യായം 6 വാക്യം, എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു.
സ്ഥൈര്യലേപനത്തിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വീണ്ടും വീണ്ടും ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെയും നീ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ജ്വലിപ്പിച്ച് കഴിയുമ്പോൾ നിനക്കുണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ശക്തി. 2, സാക്ഷികളാകുക. അതാണ് നമ്മൾ വായിച്ചത് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അടയാളം മാമോദീസായിലുള്ള സ്നാനം നീ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിൻ്റെ അടയാളമാണ് ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. എല്ലാ മേഖലകളിലും ശക്തി ലഭിക്കും. എല്ലാ മേഖലകളിലും ശക്തി ലഭിക്കും. പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി, ജീവിത സാഹചര്യങ്ങളെ നേരിടാനുള്ള ശക്തി, സഹനങ്ങൾ വരുമ്പോൾ തകർന്നു പോകാതെ നിവർന്നു നിൽക്കാനുള്ള ശക്തി, മറ്റുള്ളവർ കളിയാക്കുമ്പോഴും അപമാനിക്കുമ്പോഴും എല്ലാവരോടും ക്ഷമിക്കാനുള്ള ശക്തി, വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കാതെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറാനുള്ള ശക്തി, മനസ്ഥൈര്യം നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മനസ്ഥൈര്യം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി, എല്ലാവരാലും അപമാനിക്കപ്പെടുമ്പോഴും പീഡകൾ ഏൽക്കുമ്പോഴും വിശ്വാസം നഷ്ടപ്പെടുത്താതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി. ഇതൊക്കെയാണ് ശക്തി എന്ന് പറയുന്നത്. പലപ്പോഴും ശക്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കുക മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ശക്തി, അല്ലെങ്കിൽ രോഗശാന്തി കൊടുക്കാനുള്ള ശക്തി. ഈ ശക്തികൾ വേറെ ശക്തികളാണ്. അതാർക്കും പറ്റും. പിശാചനും കുറേയൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ദൈവത്തിൽ പ്രവൃത്തി കൊണ്ട് വിശ്വസിക്കാത്തവരും ജീവിതത്തിൽ ഈശോയെ അനുഗമിക്കാത്തവർക്ക് പോലും പലപ്പോഴും ഈ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വരങ്ങളിലൂടെയുള്ള ശക്തികളുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ പറഞ്ഞത്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരും നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുകളെ പുറത്താക്കിയിട്ടുണ്ടെന്ന് പറയുന്നവരും അവരൊന്നും എനിക്കറിയാൻ പാടില്ല, അവരെയൊന്നും എനിക്ക് പരിചയമില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ, ശക്തി എന്ന് പറഞ്ഞാൽ അത് മരിച്ചവരെ ഉയർപ്പിക്കുക, രോഗശാന്തി കൊടുക്കുക, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്ന ആ ശക്തിയെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ശക്തി. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞ ശക്തി അത് വേറെ ശക്തിയാണ്. അതേത് ശക്തിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കെടുത്ത് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 40-ാം വാക്യം മുതൽ. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 40-ാം വാക്യം മുതൽ നമുക്കെടുത്ത് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങൾ. വചനം ഇപ്രകാരം പറയുന്നു. അപ്പസ്തോല പ്രവർത്തനം 5:40 മുതലുള്ള വചനങ്ങൾ. അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചു. സാധാരണ പ്രഹരണമല്ല. ഈ പ്രഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ചിട്ടകളും വട്ടങ്ങളൊക്കെ ഉണ്ട്. 39 അടിയാണ് സാധാരണ ചാട്ട കൊണ്ടുള്ള അടി. അങ്ങനെയുള്ള ഒന്ന് കുറയെ 40 അടി എന്ന് പറഞ്ഞാൽ 39 അടി കൊടുക്കുക. ചാട്ട കൊണ്ട് സാധാരണ സ്കൂളിൽ പിള്ളേരെ തെല്ലുന്ന പോലെ തുടക്കിട്ടോ കൈ വെള്ളക്കിലോ ഉള്ള അടിയല്ല ഇത്. ശരിക്കും ഈശോ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതുപോലെ എപ്രകാരമാണോ ഈശോ ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെട്ടത് അതുപോലെയുള്ള അടി ഈ ശിഷ്യന്മാരെ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അടുത്ത വചനം 41-ാമത്തെ വചനം. 41-ാമത്തെ വചനം. അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. ഇതാണ് ശക്തി എന്ന് പറയുക. പരിശുദ്ധാത്മാവിൻ്റെ മാമോദീസ, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ ലക്ഷണം ശക്തി പ്രാപിക്കും. ഇത്രയും വലിയ കൊടിയ പീഡനം വന്നിട്ടും അവരതിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ഭാര്യ ഭർത്താവിനെ കളിയാക്കുമ്പോൾ ഭർത്താവ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവ് ഭാര്യയെ കളിയാക്കുമ്പോൾ അപമാനിക്കുമ്പോൾ ചീത്തവാക്ക് പറയുമ്പോൾ അതിൽ ഭാര്യ സന്തോഷത്തോടെ ഈശോയെ സഹിക്കാൻ ശക്തി തന്നതിന്, സഹിക്കാൻ എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ ഓർക്കുക, ആ ഭാര്യ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിച്ചവളാണ്. ആ ഭർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിച്ചവരാണ്. എന്നാൽ ഒരു ചെറിയ ഒരു അപമാനം പോലും സഹിക്കാൻ പറ്റാതെ പൊട്ടിത്തെറിക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കുക, ഇനിയും എത്രയോ പോകേണ്ടിയിരിക്കുന്നു.
പണ്ട് ഒരു ദിവസം ധ്യാനത്തിന് സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്ന ആ സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു, ഈ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരെ കരങ്ങൾ ഉയർത്താൻ പറഞ്ഞു. ഉടനെ എല്ലാവരും തന്നെ ചാടി കരങ്ങൾ ഉയർത്തി, ചിലർ 2 കരങ്ങൾ ഉയർത്തി. അതിനുശേഷം അടുത്ത ചോദ്യം, സിറിയയിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ അങ്ങനെയുള്ള ഭീകരർ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ഈശോയ്ക്ക് വേണ്ടി വചനം പ്രസംഗിച്ച് വെടിയുണ്ടയേറ്റ് മരിക്കാൻ തയ്യാറുള്ളവർ എന്ന് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഉടനെ ഒരു ബഹുഭൂരിപക്ഷം പേരും കരങ്ങൾ ഉയർത്തി. ഈ വെടിയുണ്ടയെക്കുറിച്ചൊന്നും അറിയാത്ത കുറച്ച് പിള്ളേർ മാത്രം കൈവയ്ക്കില്ല, ബാക്കി എല്ലാവരും കരങ്ങൾ ഉയർത്തി. ബഹുഭൂരിപക്ഷം പേരും കരങ്ങൾ ഉയർത്തി. ഉടനെ അടുത്ത ചിന്ത ഞാൻ പറഞ്ഞതാണ്, നമുക്ക് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ പോയി വെടിയുണ്ട വെക്കാനും മരിക്കാനും തയ്യാറാണ്. പക്ഷേ സ്വന്തം ഭാര്യയുടെ ചെറിയൊരു കുത്തുവാക്ക് കൊള്ളാൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു ചെറിയ കുത്തുവാക്ക് സ്വീകരിക്കാൻ നമുക്ക് തയ്യാറല്ല. അതിന് നമുക്ക് അസ്വസ്ഥതയാണ്, അത് നമ്മെ പൊട്ടിത്തെറിപ്പിക്കുന്നു. ഒരു ചെറിയ വെടിയുണ്ട പോലെയുള്ള കുത്തുവാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആറ്റം ബോംബായി മാറുന്നു. കുടുംബത്തെ മുഴുവൻ തകർക്കുന്ന ഒരു വലിയ ബോംബായി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം സ്വീകരിക്കാത്തതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ വായിച്ചു കേട്ടു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ഇനി പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴുള്ള ശക്തിയെക്കുറിച്ച് ബൈബിളിൽ വേറൊരു വചനഭാഗം നമുക്കെടുത്ത് വായിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴുള്ള ശക്തി അത് എപ്രകാരമാണ് എന്ന്, ആ ശക്തിയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. അത് 16-ാം അധ്യായം, അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 23-ാം വാക്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 16:23 മുതലുള്ള വാക്യങ്ങൾ. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം, വളരെയധികം എന്ന് പറഞ്ഞാൽ സീവിയർ ഫ്ലോഗിംഗ് എന്നാണ് ഇംഗ്ലീഷിലുള്ള വാക്ക്. സീവിയർ ഫ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയിൽ നിങ്ങൾ ഈശോയെ അതിക്രൂരമായി ചാട്ട കൊണ്ട് അടിക്കുന്നത് കണ്ടിട്ടുള്ളത്, അതേപോലെ ഈ ശിഷ്യന്മാരെ, അപ്പസ്തോലന്മാരായ പൗലോസിനെയും സിലാസിനെയും ഈ ശത്രുക്കൾ, ഈ പട്ടാളക്കാർ അതിക്രൂരമായി വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിൽ അടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു. എന്നിട്ട് അടുത്ത വചനം 24-ാം വാക്യം, അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു. ഉള്ളറ, കാരാഗൃഹത്തിൻ്റെ ഉള്ളറ എന്ന് പറഞ്ഞാൽ ജനലുകൾ ഇല്ലാത്ത സ്ഥലമാണ് ഉള്ളറ. ഈ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു. സാധാരണ വലിയൊരു ഹോള് പോലെയുള്ള സ്ഥലമാണ് ഈ ഒരു ഉള്ളറ. ജനലുകളൊന്നുമില്ല, ആകെ ഒരു വാതിൽ കാണും, പിന്നെ ചെറിയ തുളകൾ കാണും വായു സഞ്ചാരത്തിന് വേണ്ടി. പിന്നെ എല്ലാവരെയും കൈകാലുകളിൽ ആമം വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാകും. കാരണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും, അല്ലെങ്കിൽ ആക്രമിക്കും, കൊല ചെയ്യും. അതുകൊണ്ട് പരസ്പരം തൊടാൻ പറ്റാത്ത രീതിയിൽ അവരെ എല്ലാം ഒരു ചെറിയ കുറ്റിയിൽ ആമം വെച്ച് ഇങ്ങനെ കുറേ പേരെ ഒരുമിച്ച് ഇടുന്ന സ്ഥലമാണ് ഉള്ളറ. അതിഭീകരമായ ഒരു സ്ഥലമാണ് ഈ ഉള്ളറ, കാരാഗൃഹത്തിൻ്റെ ഉള്ളറ എന്ന് പറയുന്നത്. അവിടേക്ക് പ്രകാശം, പുറത്തുനിന്നുള്ള പ്രകാശമില്ല. ഇപ്പോൾ ഒരു ചെറിയ കിളിവാതിലിന് പുറത്ത് വെച്ചിരിക്കുന്ന തീ കത്തിച്ചു വെച്ചിരിക്കുന്നു, ആ പ്രകാശം മാത്രമേ അതിനകത്തേക്ക് ഉള്ളൂ. അങ്ങനെ അതിഭീകരമായ ഒരവസ്ഥയാണ് ഈ കാരാഗൃഹത്തിൻ്റെ ഉള്ളറ എന്ന് പറയുന്നത്. ഈ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിൽ കൊണ്ടുപോയി കൈകാലുകൾക്ക് ആമം വെച്ചിരിക്കുന്ന പൗലോസിൻ്റെയും സിലാസിൻ്റെയും ശരീരം മുഴുവനും പൊട്ടി ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളാണ് പൗലോസ്ലീഹായുടെയും ശ്രീലാസിൻ്റെയും സ്ഥാനത്തെങ്കിൽ എന്തുമാത്രം നിരാശപ്പെടുമായിരുന്നു. നമ്മൾ ചോദിക്കുമായിരുന്നു, ദൈവമേ, നീ എത്രയോ പ്രാവശ്യം എത്രയോ അപ്പസ്തലന്മാരെ ജയിലുകളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ നീ ഇപ്പോൾ എവിടെയാണ്? ഇത്രയും പീഡകൾ സഹിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പീഡനത്തിന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയില്ല? അങ്ങയുടെ കാവൽമാലാക്കന്മാർ എവിടെയായിരുന്നു? എന്തിനാണ് ഈ സഹനങ്ങൾ അനുവദിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ നമ്മളല്ല അവിടെ ഇരുന്നത്, പൗലോസും സീലാസുമാണ്. അവരെങ്ങനെയാണ് പെരുമാറിയതെന്ന് നമുക്ക് നോക്കാം. 16-ാം അധ്യായം 25-ാം വാക്യം. അർദ്ധരാത്രിയോടടുത്ത് കൈകാലുകളിൽ ആമം വെച്ചപ്പെട്ട് ശരീരം മുഴുവൻ രക്തമൊലിപ്പിച്ചുകൊണ്ടിരുന്ന പൗലോസും സിലാസും, ശരീരത്തിൽ ജീവിതത്തിൽ അത്രമാത്രം വലിയ സഹനത്തിലൂടെ കടന്നുപോയ പൗലോസും സിലാസും അർദ്ധരാത്രി ഉറക്കം വരുന്നില്ല. കാരണം മേല് മുഴുവനും വേദനിക്കുന്നു, രക്തം ഒലിക്കുന്നു, കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. കൂടെയുള്ള ഒത്തിരി തടവുകാരുണ്ട്, അവരൊക്കെ കളിയാക്കുന്നു, അപമാനിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഇവർ അപമാനിക്കപ്പെട്ട് മുറിവേറ്റിങ് നിൽക്കുന്ന സമയത്ത് അർദ്ധരാത്രിയോടടുത്ത പൗലോസും സിലാസും അവരെന്താണ് പറഞ്ഞത്?
കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അർദ്ധരാത്രിയോടടുത്ത് കീർത്തനം പാടി സ്തുതിക്കാൻ ഇവരെ പ്രേരിപ്പിച്ച ശക്തി അതാണ് മാമോദീസയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം. പരിശുദ്ധ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ശക്തി പ്രാപിക്കും. ഈ സഹനം വരുമ്പോൾ ശക്തി പ്രാപിക്കും. പേടിച്ചരണ്ട് ഇനി എന്ത് എന്ന് ഓർത്ത് വേദനിച്ച് കരഞ്ഞ് നിലവിളിക്കുന്നതല്ല പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ അടയാളം. മറിച്ച് ഈ സഹനത്തിൻ്റെ നടുവിലും ശക്തി കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നത്. നിങ്ങൾ അടുത്ത കാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകാം, നമ്മുടെ നാട്ടിൽ പലരും അപ്രതീക്ഷിതമായി ചില കുട്ടികളൊക്കെ മരിക്കുമ്പോൾ അവരുടെ അമ്മമാർ അല്ലെങ്കിൽ അപ്പന്മാർ ദൈവസന്നിധിയിൽ ആ മൃതശരീരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന് കീർത്തനം പാടി സ്തുതിക്കുന്ന പല വീഡിയോകളും ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് പലർക്കും ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേര്. ഇത് പരിശുദ്ധാത്മാവുള്ള ശക്തിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു കുടുംബം, നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ചിലരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, UK-യിൽ പ്രവർത്തിച്ചിരുന്ന സിഹിയോൻ മിനിസ്ട്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അലൻ ചെറിയാൻ എന്ന പേരുള്ള ഒരു കുട്ടി. ആ മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പനും മാതാപിതാക്കൾ ഇവിടെയാണ്, അവൻ മരിച്ചത് നാട്ടിലാണ്. അപ്പോൾ അവൻ്റെ അപ്പനോട്, ചെറിയാൻ ചേട്ടനോട് വിളിച്ച് പറയണം, എല്ലാവരും അറിയിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ആരോ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്, അച്ഛനൊന്ന് സംസാരിക്ക്. എനിക്കാകെ ഒരു പേടിയായിരുന്നു. എന്ത് സംസാരിക്കും, എന്ത് പറയും, എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും? കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകൻ ആക്സിഡൻറ്റിൽ മരിച്ചിരിക്കുകയാണ്. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും, ഏത് വാക്ക് പറയും എന്നാകെ അസ്വസ്ഥപ്പെട്ട് പേടിച്ചും മടിച്ചും ഏതായാലും വിളിക്കണമല്ലെന്ന് ഓർത്ത് വിളിച്ചു. ആ വിളിച്ച സമയത്ത് ആ ചെറിയാൻ ചേട്ടൻ പറഞ്ഞ വാക്കുകൾ ആദ്യമേ ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു വിളിച്ച് സംസാരിച്ചു. എനിക്ക് ബാക്കിയൊന്നും പറയാൻ പറ്റില്ല. അതിനു മുമ്പ് ആൾ എന്നോട് സംസാരിച്ചു, അച്ഛാ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഈ മനുഷ്യൻ കരയാതെ ഉള്ളു വിങ്ങുന്ന സമയത്ത് പോലും ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് ആ സമയത്ത് പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല, ആ കുടുംബത്തെ മുഴുവനും, ബാക്കിയുള്ളവരെയും ഭാര്യയും മകളെയും ഒക്കെ ശക്തിപ്പെടുത്തി. അതിനുശേഷവും ആ മകൻ്റെ ശരീരത്തിന് മുമ്പിലും ദൈവത്തിന് സ്തുതി പറഞ്ഞ് പ്രാർത്ഥിച്ചും പ്രാർത്ഥന നയിച്ചും ഒക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മകൻ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള അനേകം ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. സഹനങ്ങൾ വരുമ്പോഴും തകർച്ചകൾ വരുമ്പോഴും അതുപോലെ സാമ്പത്തിക നഷ്ടങ്ങൾ വരുമ്പോഴും തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ, എത്രയോ പേര് ഈ അടുത്ത കാലങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നതിന് പേരിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളവരും ആത്മഹത്യ ചെയ്തിട്ടുള്ളവരും തകർന്നു പോയവരുമായിട്ടുള്ള ഒത്തിരി പേരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാം തകർന്നു പോയിട്ടും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും പിടിച്ചു നിൽക്കുന്ന, ധൈര്യത്തോടെ സന്തോഷത്തോടെ സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്ന ചിലരുണ്ട്. അവരാണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഇനി പരിശുദ്ധാത്മാവുള്ള ശക്തി എന്ന് മാത്രമല്ല, രണ്ടാമത്തെ ഗുണം, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിച്ചിട്ടുള്ളവരുടെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് വിറ്റ്നസ്, സാക്ഷികളായി മാറും. പോകുന്നിടത്തെല്ലാം സാക്ഷ്യം പറയും, ചെല്ലുന്നിടത്തെല്ലാം ഈശോയെക്കുറിച്ച് പറയും, കാണുന്നവരോടെല്ലാം ഈശോയെക്കുറിച്ച് സംസാരിക്കും. ഈശോയെക്കുറിച്ച് പറയാതിരിക്കാൻ അവർക്ക് പറ്റില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇന്ന് ഈ കാലഘട്ടത്തിൽ പലരും ജോലിക്ക് പോകുമ്പോൾ കൊന്ത ഊരി വയ്ക്കുന്നവരും, ജോലി സ്ഥലത്തെത്തിയാൽ കൊന്തയും പ്രാർത്ഥനയും കുരിശൊക്കെ എടുത്ത് വസ്ത്രത്തിനകത്തിടുന്നവരും, അല്ലെങ്കിൽ ഞാനൊരു കത്തോലിക്കനാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് പറയാൻ മടിക്കുന്നവരും, അങ്ങനെയുള്ള അനേകം കത്തോലിക്കരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഇപ്പോൾ ഈ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വരം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് കിട്ടാത്തിടത്തോളം കാലം നമുക്ക് ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളാകാൻ പറ്റില്ല. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയില്ല, ആരെയും ഭയമില്ല. ഏത് ആറ്റം ബോംബിന്റെ മുമ്പിലും, ഏത് തോക്കിൻ മുനയുടെ മുമ്പിലും ധൈര്യത്തോടെ വചനം പ്രസംഗിക്കാനുള്ള ധൈര്യം ദൈവം നമുക്ക് തരും. അതാണ് പരിശുദ്ധാത്മാവിന് ശക്തി. അതുകൊണ്ടാണ് പേടിച്ചരണ്ട് ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന മുറിയിൽ ഒളിച്ചിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വാതിൽ മലർക്കെ തുറന്ന് ലോകത്തോട് ധൈര്യസമേതം ധൈര്യമായിട്ട് വചനം പ്രസംഗിക്കുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു മതത്തെ,
ക്രിസ്ത്യാനികൾ, ക്രിസ്തുമതം ലോകത്തെ രണ്ടായിട്ട് വിഭജിച്ചു. ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന രീതി രണ്ടായി വിഭജിച്ചു എന്ന് പറയുന്നു. ഇനി ക്രിസ്ത്യാനികളെ രണ്ടായിട്ട് വിഭജിക്കാൻ പറ്റും രണ്ട് രീതിയിൽ. BP, AP. BP എന്ന് പറഞ്ഞാൽ ബിഫോർ പെന്റക്കോസ്റ്റ്, AP എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പെന്റക്കോസ്റ്റ്. BP എന്ന് പറഞ്ഞാൽ ബിഫോർ പെന്റക്കോസ്റ്റ് എന്ന രീതി, പെന്തക്കോസ്തായിക്ക് മുമ്പ് ശിഷ്യന്മാരുടെ അവസ്ഥ എന്താണെന്ന് ഓർക്കുക. തമ്മിൽ കുശുമ്പും കുന്നായ്മയും, അതുപോലെ ആര് ഒന്നാം സ്ഥാനം കിട്ടുമെന്നുള്ള ആഗ്രഹം, ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലി, പിന്നെ പേടി, ഒളിച്ചിരിക്കുക, ഭയത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് സ്വന്തം ഗുരുവിനെ പോലെ ഒറ്റിക്കൊടുക്കുകയും, പണത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് സ്വന്തം ഗുരുവിനെ പോലെ ഒറ്റിക്കൊടുക്കുകയും, ഭയത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് സ്വന്തം ഗുരുവിനെ തള്ളിപ്പറയുകയും ചെയ്ത ശിഷ്യന്മാർ, ഇവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നതാണ് ഈ BP. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അസൂയയില്ല, പരദൂഷണമില്ല, അസ്വസ്ഥതയില്ല. കാരണം അതിനൊന്നും സമയമില്ല. അതിന് സമയമില്ലെന്ന് മാത്രമല്ല, ശക്തി പ്രാപിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പോയി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ജനത്തെയാണ് നമ്മൾ കാണുക. അതുകൊണ്ട് ഈ പെന്തക്കോസ്തായിക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശരിക്കും ഞാൻ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് സ്വീകരിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിലുള്ള സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ കരിസ്മാറ്റിക് ശുശ്രൂഷകൾ നടത്തുന്ന വൈദികർക്ക് വേണ്ടി ഒരു ധ്യാനം വേൾഡ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് അവിടെ സംഘടിപ്പിച്ചു. ഏകദേശം 3000-ഓളം അച്ഛന്മാർ ലാറ്ററൻ ബസിലിക്കയിൽ ഒരുമിച്ച് ചേർന്നു. അതിൻ്റെ 4-ാം ദിവസം 5-6 ദിവസമുള്ള ധ്യാനമായിരുന്നു. അതിൻ്റെ 4-ാം ദിവസം മാർപ്പാപ്പ നേരിട്ട് വന്ന് കുർബാന ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ഞാനും ആൻ്റണി അച്ഛനും അതുപോലെ നായിക്കമ്പരം അച്ഛനും ഒക്കെ ഇവിടെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയി ധ്യാനിക്കാൻ പോയിരുന്നു. ആ ധ്യാനത്തിൽ മാർപ്പാപ്പ വന്ന് കുർബാന ചെല്ലുന്ന സമയത്ത്, മാർപ്പാപ്പ വിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ച സമയത്ത് ഏകദേശം 3000-ഓളം വരുന്ന ആ വൈദികർ മുഴുവനും ഒരുമിച്ച് ചേർന്ന് ഭാഷാവരത്തിൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം നീണ്ടു സ്തുതിച്ചു. വിശുദ്ധ കുർബാന കോൺസെക്രേറ്റ് ചെയ്യുന്ന സമയത്ത് മാർപ്പാപ്പ അപ്പം ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് എല്ലാവരും ഭാഷാവരത്തിൽ സ്തുതിച്ചു. ആ സമയത്ത് മാർപ്പാപ്പയും അതിനോട് ചേർന്ന് സ്തുതിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീഞ്ഞ് വാഴ്ത്തി ഉയർത്തിപ്പിടിച്ച് കോൺസെക്രേറ്റ് ചെയ്ത സമയത്ത് എല്ലാ വൈദികരും 3000-ഓളം വരുന്ന വൈദികർ സർവശക്തിയും എടുത്ത് ഭാഷാവരത്തിൽ സ്വതന്ത്രമായി സ്തുതിക്കുക. ആ സമയത്ത് മാർപ്പാപ്പയും കൂടെ ചേർന്ന് സ്തുതിക്കുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ചോദ്യോത്തര സമയം, മാർപ്പാപ്പയുമായിട്ടുള്ള ചോദ്യോത്തര സമയത്ത് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി ഏറ്റവും കൂടുതൽ പറയേണ്ടത്, ഈ കാലഘട്ടത്തിൽ പറയേണ്ടത് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് എന്നാണ്. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നിങ്ങൾ പ്രഘോഷിക്കുകയും അതെന്താണെന്ന് ജനത്തിന് പറഞ്ഞു കൊടുക്കുകയും അതിനുവേണ്ടി ജനം ദാഹിക്കാൻ വേണ്ടിയുള്ള പ്രേരണ നൽകുകയും ചെയ്യണമെന്ന് മാർപ്പാപ്പം പ്രത്യേകം അന്ന് ഓർമ്മിപ്പിച്ചത് ഞാൻ ഇന്ന് ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കത്തോലിക്കർ ഇത് മറ്റ് മതസഭാ വിഭാഗങ്ങളിൽ ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും അത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് പെന്തക്കോസ്താ വിഭാഗങ്ങളിലും മറ്റു വിഭാഗങ്ങളിലുള്ളവർ അവരവരുടെ ജീവിതം പോലും പണയം വെച്ച് എല്ലാ തടസ്സങ്ങളും മാറ്റി ഏത് സിംഹക്കൂട്ടിലേക്കും ഒരു മടിയും കൂടാതെ ധൈര്യസമേതം പോയി യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതും സാക്ഷ്യം കൊടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. കാരണം അതിനെയൊക്കെ നമ്മൾ കളിയാക്കിയും അപമാനിച്ചൊക്കെ മാറി നിൽക്കുമെങ്കിൽ ഓർക്കുക, അവർ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിച്ചതുകൊണ്ട് അവർക്ക് ഈ കളിയാക്കലൊന്നും ഏൽക്കില്ല. ആ കളിയാക്കലൊന്നും അവർക്ക് പ്രശ്നമല്ല. കളിയാക്കലിനൊക്കെ അതീതമായിട്ടുള്ള ഒരു വലിയ ശക്തി അവരിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർ ധൈര്യസമേതം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കത്തോലിക്കർ ഒരു കംഫർട്ട് സോണിലിരിക്കുകയാണ്. കംഫർട്ട് സോണിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നിങ്ങൾക്ക് അന്യമായി മാറുന്നു എന്ന് മാത്രമല്ല, ശക്തിയില്ലാത്ത, ജീവനില്ലാത്ത, മരിച്ച ശവങ്ങളായി നമ്മൾ ജീവിക്കുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യം എടുത്ത് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യം പിതാവായ ദൈവം പറയുന്ന കാര്യമാണ്. 15-ാം അധ്യായം 24, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു. ശരിക്കും മരിച്ചുപോയില്ല. ശരീരത്തിൻ്റെ മരണമല്ല ഈ പിതാവ് പറഞ്ഞത്, ആത്മാവിൻ്റെ മരണം. ആത്മീയമായ മൃതനായിരുന്നു, ഇതാ വീണ്ടും ജീവിക്കുന്നു. ഇവൻ നഷ്ടപ്പെട്ടിരുന്നു, അത് ശരീരത്തിൻ്റെയാണ്. ശാരീരികമായി ഇവൻ നഷ്ടപ്പെട്ടിരുന്നു, ആത്മീയമായി ഇവൻ മരിച്ചിരുന്നു.
അപ്പോൾ യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ജീവനും ശാരീരികമായുള്ള തിരിച്ചുവരവും. ഇന്ന് പല മാനസാന്തരങ്ങളിലും ശാരീരികമായി തിരിച്ചു വന്നു, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയമായ തിരിച്ചുവരവ് നടന്നിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു മനുഷ്യൻ വലിയ തിന്മകളൊക്കെ ചെയ്ത് നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ മനുഷ്യൻ ധ്യാനം കൂടി വലിയ അഭിഷേകമൊക്കെ കിട്ടി എന്ന് പറയുന്നു. വലിയ മാറ്റങ്ങളുണ്ടായി. അയാൾക്കുണ്ടായിരുന്ന മദ്യപാന ശീലങ്ങളെല്ലാം പരിപൂർണ്ണമായിട്ട് നശിപ്പിച്ചത് മാത്രമല്ല, അയാളുടെ വീട്ടിലുണ്ടായിരുന്ന മദ്യപാന കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞു. പിന്നെ ഈശോയെക്കുറിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി. ഇയാളുടെ ഈ തീക്ഷ്ണതയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാൾ നല്ല മാനസാന്തരം സംഭവിച്ചിരിക്കുന്നു. നന്നായിട്ട് സംസാരിക്കാനൊക്കെ കഴിവുള്ള, ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാനുള്ള കഴിവുള്ളൊരു മനുഷ്യനാണ്. കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാ സ്വാധീനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇയാൾ വിട്ടെറിഞ്ഞ്, പരിപൂർണമായിട്ട് വിട്ടെറിഞ്ഞ്, മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് ഈശോയെക്കുറിച്ച് പറയാനും പ്രസംഗിക്കാൻ, ഏതു നേരം ബൈബിൾ വായിക്കാനൊക്കെ തുടങ്ങി. അവസാനം ഈ മനുഷ്യനെ ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഏൽപ്പിച്ചു. സാക്ഷിയൊക്കെ പറയാൻ തുടങ്ങി. ഇയാളുടെ സാക്ഷ്യം കേട്ടോ അനേകർക്ക് മാനസാന്തരമൊക്കെ ഉണ്ടായി. വലിയ മാറ്റം. ഇയാൾ വേറൊരു ദുശീലങ്ങൾക്കും പുറകെ പോകുന്നില്ല, ഒരു അസ്വസ്ഥത, വേറെ ഒരു പ്രശ്നവുമില്ല. വലിയ പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ദിവസം ഞാൻ കണ്ടൊരു കാഴ്ച, അപ്രതീക്ഷിതമായി കണ്ട കാഴ്ച, ഈ മനുഷ്യൻ കഷ്ടത്തിൽ ഒരു ബൈബിളും വെച്ചിട്ടുണ്ട്, കയ്യിലൊരു വലിയൊരു ബെനഡിക്റ്റൈൻ കുരിശും പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും എങ്ങനെയാണ് നടക്കുക. ഒരു ദിവസം ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ഈ മനുഷ്യൻ ഞങ്ങളുടെ വേറൊരു വോളണ്ടിയറായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴക്കുണ്ടാക്കുന്നിടയിൽ ഈ കുരിശ് പിടിച്ച് ചൂണ്ടിക്കൊണ്ട് അയാൾ പറയാ, നിനക്കറിയില്ല ഞാൻ ആരായിരുന്നുവെന്ന്, നിനക്കറിയില്ല ഞാൻ ആരായിരുന്നുവെന്ന്, എൻ്റെ മുമ്പിൽ ഒരാൾ പോലും ഇങ്ങനെ നിന്നിരുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ കൈ ചൂണ്ടുന്നതിന് പകരം കുരിശ് ചൂണ്ടി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടിരുന്നു, തിരിച്ചു വന്നു, പക്ഷെ മൃതനായിരുന്നു, ഇപ്പോഴും മൃതനാണ്. ആത്മാവ് തിരിച്ചു വന്നിട്ടില്ല. ആത്മാവ് ഇപ്പോഴും പഴയ പാപങ്ങളിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ആത്മാവ് പഴയ പാപങ്ങളിൽ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ പാപങ്ങളെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒത്തിരി ശുശ്രൂഷകർ വചനപ്രഘോഷണ മേഖലയിലേക്ക് വന്ന് മാനസാന്തരപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒത്തിരി ശുശ്രൂഷകർ വഴിതെറ്റിപ്പോകാൻ കാരണം അവർക്ക് ശരിക്കും ഒരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കുറേ ഒരു മേഖലയിലൊക്കെ ചിലപ്പം മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, ചില ദുശീലങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കാം, പക്ഷേ ആത്മാവ് തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ്റെ കാര്യത്തിൽ പിതാവ് പറയുന്നത് ഇവൻ മൃതനായിരുന്നു, ഇവനിതാ വീണ്ടും ജീവിക്കുന്നു. ഇവൻ നഷ്ടപ്പെട്ടിരുന്നു, ശാരീരികമായി പോയിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മൾ സാക്ഷ്യം വഹിക്കും. മന്തോക്കൂസ്താക്കാരൊക്കെ ഒരു മടിയും കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് സ്വീകരിച്ചതുകൊണ്ട് അവർ ഒരു മടിയുമില്ലാതെ ഈശോയെക്കുറിച്ച് ആരുടെ മുമ്പിലും പോയി പ്രസംഗിക്കാൻ താല്പര്യം കാണിക്കുന്നത് പോലെ കത്തോലിക്കരായിട്ടുള്ള എല്ലാവരും ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിന് വേണ്ടി ദാഹിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാനാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ നമുക്ക് 3 ദിവസത്തെ ധ്യാനം, അതിനുശേഷം ഈ മാസം അവസാനം 29, 30, 31 ദിവസങ്ങളിൽ പന്തക്കോസ്തായിക്കുള്ള ആ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന് വേണ്ടിയുള്ള ധ്യാനമുണ്ട്. എല്ലാ ആഴ്ചയും ഈ മാസം മുഴുവനും ഈ ധ്യാനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുക. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എനിക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനുള്ള സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന് ഭീഷണിയായി മാറും. അല്ലെങ്കിൽ ലോകത്തിന് നമ്മളൊരു ഭീഷണി എന്ന് മാത്രമല്ല, നമുക്ക് ലോകമാണ് ഭീഷണി. നമ്മൾ ഒരിക്കലും ലോകത്തിന് ഭീഷണിയായി മാറില്ല. പരിശുദ്ധാത്മാവിനാൽ സ്നാനം സ്വീകരിച്ചവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സാക്ഷ്യം വഹിക്കുന്നവർ ലോകത്തിന് ഭീഷണിയാണ്. അങ്ങനെയുള്ളവരെ നശിപ്പിക്കാൻ പിശാച് ഏത് തട്ടവും നോക്കും, ഏത് മാർഗവും നോക്കും. അത് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, പല ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിയുമ്പോൾ ആദ്യമുണ്ടാകുന്ന ചിന്ത, ഈ ലോകം നമുക്ക് ഒന്നുമല്ല, സ്വർഗം മാത്രം ലക്ഷ്യമായി വയ്ക്കുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കയറും. പരിശുദ്ധാത്മാവിനാൽ മാമോദീസ സ്വീകരിച്ച് കഴിയുമ്പോൾ 1-2 ഉദാഹരണങ്ങൾ പറയാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കാം. 12-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത്
യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. നോക്കുക, ഒരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, എന്നെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു ചിന്ത, ലാസർ ആകെ ഒരു പ്രാവശ്യം പോലും ഈശോയെ പ്രസംഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ലാസർ ഈശോയുടെ വലിയ അപ്പസ്തോലനായി കൂടെ നടന്നിട്ടൊന്നുമില്ല. ലാസറിന്റെ വീട്ടിലായിരിക്കുകയും അവിടെ ഇരുന്നുള്ള ശുശ്രൂഷകളൊക്കെ ഉള്ളൂ. ഈശോ ആ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട് പല പ്രാവശ്യം. അങ്ങനെയുള്ള ബന്ധമാണ് ലാസറൊക്കെ ആയിട്ട്, നല്ല അടുത്ത ബന്ധമാണ്. പക്ഷെ ലാസർ വലിയ വചനപ്രഘോഷകനൊന്നും ആയിരുന്നില്ല. മറിച്ച് പത്രോസ് മുതലുള്ള 12 ശിഷ്യന്മാരും ഈശോയ്ക്ക് വേണ്ടി വചനപ്രഘോഷണം നടത്തിയിരുന്നു. ഈശോയുടെ നാമത്തിൽ പിശാചുകളെ അവർ പുറത്താക്കിയിട്ടുണ്ട്, രോഗികളെ അവർ സുഖപ്പെടുത്തിയിട്ടുണ്ട്, ഈശോയുടെ മുമ്പിൽ കൂടെ നടന്നിട്ടുണ്ട്. പല പ്രാവശ്യം സാബത്ത് ലംഘിച്ചപ്പോൾ ഈശോ അവരെ സംരക്ഷിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫരിസയരെ സംബന്ധിച്ചിടത്തോളം, പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം, യഹൂദ പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം ഈശോയും ഈ ശിഷ്യന്മാരും അവർക്ക് ഭീഷണിയാണ്. ഈശോ മാത്രമല്ല, ശിഷ്യന്മാരും ഭീഷണിയാണ്. ഈശോ മാത്രമല്ല അത്ഭുതം പ്രവർത്തിക്കുന്നത്, ഈ ശിഷ്യന്മാരും അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈശോയെ കൊല്ലാൻ ഉദ്യമിച്ച ഈ ഫരിസയരും പുരോഹിതരും സത്യത്തിൽ കൊല്ലേണ്ടത്, കൂടെ കൊല്ലാൻ ആഗ്രഹിക്കേണ്ടത്, ഈശോയുടെ കൂടെ കൊല്ലാൻ ആഗ്രഹിക്കേണ്ടത് പത്രോസിനെയും, ശിഷ്യപ്രമുഖനായ പത്രോസിനെയും യോഹന്നാനെയും മറ്റുള്ളവരെയും അല്ലേ? എന്തുകൊണ്ടാണ് ലാസറിനെയും കൊല്ലാൻ അവർ ആഗ്രഹിച്ചു? ഈശോയെ കൊല്ലണം, പിന്നെ ലാസറിനെയും കൊല്ലണം. ഇവരെ രണ്ടുപേരെയാണ് ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹിറ്റ് ലിസ്റ്റിൽ ഈ ലാസറിനെ ഉൾപ്പെടുത്തിയത്? ലാസർ വചനപ്രഘോഷണം നടത്തിയില്ല, ലാസർ ആരെയും ഉയർപ്പിച്ചില്ല, ലാസർ ആരെയും സൗഖ്യപ്പെടുത്തിയില്ല, ലാസർ ഈശോയെ കുറിച്ച് പറഞ്ഞില്ല, ലാസർ സാബത്ത് ലംഘിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ലാസറിനെ കൂടി കൊല്ലാൻ അവർ ആഗ്രഹിച്ചത്? കാരണം ഒന്നേ ഉള്ളൂ, എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. കാരണം സ്വർഗം ഉണ്ട് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഈശോയുടെ വചനം. രണ്ടാമത്തെ ഏറ്റവും വലിയ തെളിവ് ലാസറിന്റെ സാക്ഷ്യം. ലാസർ സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നയാളാ, മരിച്ച് ഉയർത്തെഴുന്നേറ്റയാളാ, 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നയാളാ. അതുകൊണ്ട് ലാസർ പറയാ, സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഈശോ സ്വർഗമുണ്ടെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ബോധ്യമായി മാറി ജനത്തിന്. അതുകൊണ്ട് ലാസറിന്റെ സാക്ഷ്യം കൂടെ ചേരുമ്പോൾ ഈശോയുടെ വചനത്തിന് വലിയ ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ലാസറിനെയും ഇല്ലായ്മ ചെയ്യണമെന്ന് പിശാച് ആഗ്രഹിച്ചത്. യഹൂദർ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അത് പിശാച് ആഗ്രഹിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. കാരണം പിശാചിന്റെ തട്ടിപ്പായിരുന്നു ഇത്രയും നാളും. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം ഇല്ല, ഇതാണ് ഭൂമി, ഇതാണ് ലോകം, ഇത് ഈ മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ലോകം, ഈ ജീവിതം നീ ആസ്വദിക്കുക, ഇതല്ലാതെ വേറൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന പിശാചിന് മുമ്പിൽ വലിയൊരു സാക്ഷ്യമായിരുന്നു ലാസറിന്റെ ഉയർപ്പ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് ഉയർപ്പ് സംഭവിക്കുക. ലാസർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി സാക്ഷ്യം കൊടുക്കാൻ തുടങ്ങി. നോക്കുക, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, മാമോദീസ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരാൾക്കുണ്ടാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശക്തി പ്രാപിക്കും, 2, സാക്ഷ്യം നൽകും. സാക്ഷ്യം നൽകാൻ തുടങ്ങി ഈ ലാസർ. അതോടെ അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഭീഷണിയായി മാറി, ലോകത്തിന്റെ ഭീഷണിയായി മാറി. അതുകൊണ്ട് ലോകം അവനെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിച്ചു എന്നാണ് ഈ ബൈബിൾ വചനത്തിൽ വായിക്കുക. ഇനി നമുക്ക് വേറൊരു വചനം എടുത്ത് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54-ാം വാക്യം. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54-ാം വാക്യം. അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. ആരുടെ നേരെ? എസ്തഫാനോസ്, സ്റ്റീഫന്റെ നേരെ. നമുക്ക് അടുത്ത വചനം വായിക്കാം, 55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. നോക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ സ്റ്റീഫൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നേരെ നോക്കിയത് സ്വർഗത്തിലേക്കാണ്. ചുറ്റും നിൽക്കുന്ന ശത്രുക്കൾ, ചീറി അടുത്തുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾ, ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾ, അവരെ ഇവൻ ശ്രദ്ധിക്കുന്നതേയില്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവന്റെ അടയാളം ചുറ്റും നിൽക്കുന്നവർ, കൊല്ലാൻ നടക്കുന്നവർ, അപമാനിച്ചുകൊണ്ട് നിൽക്കുന്നവർ, കുറ്റപ്പെടുത്തി നിൽക്കുന്നവർ ഒന്നുമല്ല നിന്റെ ഫോക്കസ്. നിന്റെ ഫോക്കസ് സ്വർഗം മാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിൻ്റെ അടയാളം അതാണ്, സ്വർഗം മാത്രം ഫോക്കസ്.
എന്നിട്ട് ഉടനെ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. 55-ാം വാക്യം, ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്വർഗത്തിൻ ദ ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ ദർശനം ഈ എസ്തപ്പാനോസിന്, സ്റ്റീഫനിൽ ലഭിച്ചു. നിത്യതയുടെ ദർശനം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഒരുവനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് നിത്യതയുടെ ദർശനമായിരിക്കും അവനെ നയിക്കുക. നിത്യതയുടെ ദർശനമായിരിക്കും അവനെ നയിക്കുക. ആ നിത്യതയുടെ ദർശനം ലഭിച്ച ഉടനെ ഈ സ്റ്റീഫൻ വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്. അവൻ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു, അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. സാക്ഷ്യം പറയാൻ തുടങ്ങി. ചുറ്റും കല്ലും ഉയർത്തിപ്പിടിച്ച് എറിയാൻ കാത്തിരിക്കുന്ന ജനത്തെ അവൻ കാണുന്നില്ല. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നിത്യതയുടെ ദർശനം, സ്വർഗത്തിന്റെ ദർശനം അവന് ലഭിച്ചു. സ്വർഗത്തിന്റെ ദർശനം ലഭിച്ചവർ അത് മിണ്ടാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. അവർ സാക്ഷികളാകും. ചുറ്റും നിൽക്കുന്ന ഭയപ്പെടുത്തുന്ന അവസ്ഥയൊന്നും അവരെ ബാധിക്കില്ല. അവർ സാക്ഷികളായി മാറും. അവൻ വിളിച്ചു പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഉടനെ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കുക. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട്, അടുത്ത വായിക്കുക, ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. ചെവി പൊത്തുക. കാരണം ഈശോയെ, ദൈവത്തെ ഒരു ദർശനം കാണുന്ന പാവം ഈ സ്റ്റീഫൻ ഒരു ചെറിയ പയ്യനാണ്. ഈ സ്റ്റീഫൻ വിളിച്ചു പറയാണ്, ഞാൻ സ്വർഗം കാണുന്നു, പിതാവായ ദൈവത്തെയും ഈശോയെയും കാണുന്നു എന്ന് മാത്രം പറഞ്ഞപ്പോൾ അവർ ചെവി പൊത്തി എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ചെവി പൊത്തിയത്? കാരണം പിശാച് ഒരിക്കലും ഒരാൾ പോലും സത്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. സത്യം കേൾക്കാൻ എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ അത് തടയാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. സത്യം പ്രസംഗിക്കുന്നത് അവൻ തടയും, ഏതെങ്കിലും രീതിയിൽ തടഞ്ഞുകൊണ്ടിരിക്കും. അത് പ്രസംഗിക്കുന്നവരെ തടയാൻ പറ്റിയില്ലെങ്കിൽ കേൾക്കുന്നവരെ തടയും. അങ്ങനെ തടയുന്ന ഭാഗമായിട്ടാണ് ഈ ചെവി പൊത്തുക എന്ന് പറയുക. അവൻ ചെവി പൊത്തിക്കൊണ്ട്, അവരെല്ലാവരും ചെവി പൊത്തിക്കൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു. അവനെ നേരെ പാഞ്ഞെടുക്കുകയും അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു കൊന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാനം നിറയുന്നവർ ലോകത്തിന് ഒരു ഭീഷണിയാണ്. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവൻ. പക്ഷേ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇനി ഒന്നും ഒരു ഭീഷണിയല്ല. പണം ഒരു ഭീഷണിയല്ല, പണമില്ലായ്മ ഒരു ഭീഷണിയല്ല, സഹനം ഒരു ഭീഷണിയല്ല, രോഗം ഒരു ഭീഷണിയല്ല, ചുറ്റും കല്ലുമായി നിൽക്കുന്നവൻ ഒരു ഭീഷണിയല്ല, പാഞ്ഞെടുക്കുന്നവർ ഭീഷണിയല്ല, തകർച്ച ഒരു ഭീഷണിയല്ല, ശരീരത്തിലെ പീഡനം ഒരു ഭീഷണിയല്ല, ഒന്നും ഒരു ഭീഷണിയല്ല. കാരണം അവൻ്റെ കണ്ണ് നിത്യതയുടെ ദർശനത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ലോറൻസിനെ കുറിച്ച് പറയുക. വിശുദ്ധ ലോറൻസ് മാർപ്പാപ്പയുടെ ഡീക്കനായി മാർപ്പാപ്പയുടെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്നപ്പോൾ മാർപ്പാപ്പയെ റോമാ പടയാളികൾ വന്ന് പിടിച്ചുകൊണ്ടുപോയി റോമാ നിരത്തിലൂടെ മാർപ്പാപ്പയെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഡീക്കൻ ലോറൻസ്, അന്ന് സഭയുടെ ധനകാര്യ മന്ത്രിയായിരുന്നു, ധനകാര്യ സൂക്ഷിപ്പുകാരനായിരുന്നു ഈ ലോറൻസ് എന്ന് പറഞ്ഞ ഡീക്കൻ. ഈ സമയത്ത് മാർപ്പാപ്പയെ റോമാ തെരുവിലൂടെ വലിച്ചഴിച്ച്, കുതിരപ്പുറത്തുള്ള പടയാളികൾ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ലോറൻസ് ഈ മാർപ്പാപ്പയുടെ പുറകെ ഓടിക്കൊണ്ട് പറഞ്ഞു, പിതാവേ, എന്നെയും കൂടി അങ്ങ് കൊണ്ടുപോകണമേ. ഉടനെ മാർപ്പാപ്പ ഈ ലോറൻസിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, മോനെ, നീ ഇന്ന് എൻ്റെ കൂടെ വരില്ല, 3 ദിവസം കഴിയുമ്പോൾ നീ എൻ്റെ കൂടെ വരും, 3 ദിവസം കഴിയുമ്പോൾ നീ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. അന്ന് മാർപ്പാപ്പ കൊല ചെയ്യപ്പെട്ടു. ആ രക്തസാക്ഷിയായി വിശുദ്ധനായി പരിഗണിക്കപ്പെട്ടു. പക്ഷേ ലോറൻസിന് മനസ്സിലായി 3 ദിവസം കഴിഞ്ഞാൽ ഞാനും കൊല ചെയ്യപ്പെടും. കാരണം മാർപ്പാപ്പ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ലോറൻസിന് മനസ്സിലായി 3 ദിവസം കഴിഞ്ഞാൽ കൊലപാതകം ഉണ്ടാകും, മരണം ഉണ്ടാകും. അതുകൊണ്ട് ലോറൻസ് എന്താ ചെയ്തത്? അന്ന് കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും, സഭയുടെ സ്വത്തായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു വെച്ചിരുന്ന പണം മുഴുവനും, അവനെ നിയോഗിച്ചിരിക്കുന്ന, അവൻ്റെ ജോലിയായിട്ട് നിയോഗിച്ചിരുന്ന ആ പണം മുഴുവനും എടുത്ത് റോമിലെ തെരുവുകളിലൂടെ നടന്ന് എല്ലാ പാവപ്പെട്ടവർക്കും വിതരണം ചെയ്യാൻ തുടങ്ങി. ഈ ലോറൻസ് വിതരണം ചെയ്യുന്നത് കണ്ടപ്പോൾ ചില പടയാളികൾ, റോമാ പടയാളികൾ ഇത് നോട്ട് ചെയ്തു. ഇവൻ ഭയങ്കര ധനികനാണെന്ന് തിരിച്ചറിഞ്ഞു. അവനെ പിടിച്ചു.
ആ ലോറൻസിനെ പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ സ്വത്ത് മുഴുവനും നാളെ തന്നെ ഇവിടെ ഹാജരാക്കണം. അത് 3-ാം ദിവസം, അപ്പോഴേക്കും 3-ാം ദിവസമായി. നാളെ തന്നെ ഹാജരാക്കണമെന്ന് പറഞ്ഞു. ഉടനെ ലോറൻസ് അവിടെ ഉണ്ടായിരുന്ന ആ പാവപ്പെട്ടവരെ മുഴുവനും, ആ യാചകരെ മുഴുവനും ഈ നേതാവിനെ, ശതാധിപന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ സഭയുടെ സ്വത്ത്. ഈ പാവപ്പെട്ടവരെ മുഴുവനും നിരത്തി നിർത്തിയിട്ട് പറഞ്ഞു, ഇതാണ് സഭയുടെ സ്വത്ത്, ഞങ്ങളുടെ സ്വത്ത് എന്ന് പറഞ്ഞു. ഇതിൽ വിരളി പൂണ്ട ആ ശതാധിപൻ ഈ ലോറൻസിനെ പിടിച്ച് പീഡിപ്പിക്കാൻ ആരംഭിച്ചു. പല രീതി പീഡിപ്പിച്ചു. അവസാനം ഒരു വറച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് തിളപ്പിച്ച് ആ വറച്ചട്ടിയിൽ ഈ ലോറൻസിനെ കടത്തി. ലോറൻസ് ഈശോയെ സ്തുതിച്ചും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടും ആ വറച്ചട്ടിയിൽ മലർന്നു കടന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ലോറൻസ് തല ഉയർത്തി ചുറ്റും നിന്ന പടയാളികളോട് പറഞ്ഞു, എൻ്റെ പുറം ശരിക്കും വെന്തു, ഇനി എന്നെ മറിച്ചിട് എന്ന് തമാശ പറഞ്ഞു. അങ്ങനെ തമാശ പറഞ്ഞപ്പോൾ കൂടെ നിന്നിരുന്ന ആ പടയാളികൾ ഒരു ചട്ടുകമെടുത്ത് ലോറൻസിനെ, പുറം മുഴുവനും വെന്തു കരിഞ്ഞ ആ ലോറൻസിനെ മറിച്ചിട്ട് ലോറൻസിൻ്റെ മുൻഭാഗം കൂടി കരിഞ്ഞ് വെന്തു. എന്നിട്ടും മരിക്കായിക മൂലം രാജാവ് ഈ ലോറൻസിനെ വാളിനിരയാക്കുന്ന ഒരു സംഭവം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോറൻസിന് ഇതിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടും? പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് ഇന്നും ലോറൻസിനെ ലോറൻസിൻ്റെ പടം, വിശുദ്ധ ലോറൻസിൻ്റെ പടം കാണുമ്പോൾ നമ്മൾ കാണാം, ഒരു ചട്ടുകവും പിടിച്ചുകൊണ്ടാണ് ലോറൻസിൻ്റെ പടത്തിൽ നമ്മൾ കാണുക. ഈ വിശുദ്ധന്മാരെല്ലാവരും കുന്തവും വടിയും ചട്ടുകവും ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ആദ്യകാലത്ത് എനിക്കൊരു സംശയമായിരുന്നു, ഇവരുടെ പണി എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. തോമാസ് ലീഹയൊക്കെ കുന്തം പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ കുന്തവും ചട്ടുകവും വാളും ഇവർ പിടിച്ചിരിക്കുന്ന ഈ ആയുധങ്ങളൊക്കെ ഏത് ആയുധത്താൽ ഇവർ കൊല ചെയ്യപ്പെട്ടോ ആ ആയുധങ്ങളാണ് അധികാരമായി ഇവരുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുക. ഏത് സഹനത്തിലൂടെയാണോ നീ പോയത്, അത് നിന്റെ ഈ സഹനത്തിൻ്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. പാർക്കിൻസൺ രോഗം പിടിപെട്ട് മരിച്ച മാർപ്പാപ്പിക്ക്, ജോൺ പോൾ II മാർപ്പാപ്പിക്ക് പാർക്കിൻസൺ രോഗത്തിൻ്റെ മേൽ ദൈവം അധികാരം കൊടുത്തു. അതുകൊണ്ടാണ് കാനനൈസേഷന് വേണ്ടി ഒരു സിസ്റ്ററിൻ്റെ പാർക്കിൻസൺ രോഗം സുഖമാക്കപ്പെട്ടതാണ് സഭ സ്വീകരിച്ച ഒരു അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ഈ ലോറൻസിനെ പിന്നീട് സഭ വിശുദ്ധനായി പരിഗണിക്കുകയും എല്ലാ സർക്കസ് കൂടാരങ്ങളെയും ഒക്കെ ജോക്കർമാരുടെ മധ്യസ്ഥനായി ഈ ലോറൻസിനെ സഭ പരിഗണിക്കുന്നു. ഇന്നും ജോക്കർമാരുടെ മധ്യസ്ഥനാണ് സെയിൻറ്റ് ലോറൻസ്. കാരണം മരിക്കുന്ന സമയത്തും ജോക്ക് പറഞ്ഞതുകൊണ്ടാണ് ഈ ലോറൻസിനെ ജോക്കർമാരുടെ മധ്യസ്ഥനായി സഭ പരിഗണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ബാപ്റ്റിസം ഇൻ ദ സ്പിരിറ്റ് ലഭിച്ചിട്ടുള്ളവരിലുള്ള 2 പ്രത്യേകതകൾ. ഒന്ന്, അവർ ശക്തി പ്രാപിക്കും. ഈ COVID-19 ഒന്നും അവരെ അസ്വസ്ഥപ്പെടുത്തില്ല. അതിൻ്റെ ഇടയിലും ധൈര്യത്തോടെ, സന്തോഷത്തോടെ, ഒന്നിനെയും ഭയപ്പെടാതെയും ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും എന്ന് കരുതി പോയി കോവിഡ് പിടിച്ചുകൊണ്ട് വരിക എന്നല്ല പറഞ്ഞത്. ഏത് അസ്വസ്ഥതകൾ ചുറ്റും വന്നാലും ധൈര്യത്തോടെ അതിനെ പ്രതികരിക്കാനും സ്വീകരിക്കാനുള്ള ഒരു ധൈര്യം ഈ പരിശുദ്ധാത്മാവിൻ്റെ മാമോദീസ സ്വീകരിച്ചവർക്കുണ്ട്. ഏത് അപമാനത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോയാലും, ഏത് സഹനങ്ങൾ വന്നാലും, ഏത് തകർച്ചകൾ വന്നാലും, സാമ്പത്തിക തകർച്ചകൾ വന്നാലും അസ്വസ്ഥപ്പെടാതെ, നെട്ടോട്ടമോടാതെ സ്വസ്ഥമായി നിന്ന് ദൈവത്തെ ആരാധിക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മാമോദീസ സ്വീകരിച്ചവർക്ക് വേണ്ടി മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ ഗുണം എന്ന് പറയുന്നത്, അവർ സാക്ഷികളായി മാറും. ഏതറ്റത്ത് പോയും, ലോകത്തിൻ്റെ ഏത് വശത്തും, എത്ര അപകടകരമായ സാഹചര്യങ്ങളിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരു നാണക്കേടും വിചാരിക്കില്ല, ഒരു അപമാനവും ചിന്തിക്കില്ല, ഒരു മടിയും കാണിക്കില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്.